അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. വേദിയിലെ സർവാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, സാദാത്തുക്കളെ, ബഹുമാന്യരായ പൗരപ്രമുഖരെ, സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ നേതാക്കൾ, ഈ മഹാസമ്മേളനത്തിൽ വളരെ ആവേശത്തോടു കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, SKSSFൻ്റെ 35ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന മുഖദ്ദസ് സന്ദേശയാത്ര ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരുകയാണ്. വിവിധ സമ്മേളനങ്ങളുടെ ഭാഗമായി പല സന്ദേശയാത്രകളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. നമ്മളതിൽ സ്വീകരണങ്ങൾ നൽകിയവരാണ്, പങ്കാളികളായവരാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വളരെ കൃത്യമായ കർമ്മ പദ്ധതികളോടുകൂടി നടക്കുന്ന യാത്രയാണ് ഈ 35ാം വാർഷികത്തിൻ്റെ ഭാഗമായി SKSSF സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഈ വാർഷികാഘോഷം പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ്, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ തന്നെ നയിച്ച ഒരു യാത്രയുണ്ടായിരുന്നു. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് മംഗലാപുരത്ത് സമാപിച്ച കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും മറ്റു പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് SKSFൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ വിവിധ ഭൗതിക കലാലയങ്ങളിലൂടെ ഒരു യാത്ര സംഘടിപ്പിച്ചു. അതിനുശേഷം ഈ 35ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന യാത്രയുടെ പ്രത്യേകത, നേരത്തെ സംഘടിപ്പിക്കപ്പെട്ട യാത്രയേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുള്ളതുകൊണ്ട് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും 2 യാത്രയായി ആരംഭിച്ച് നാളെ വൈകുന്നേരം മലപ്പുറത്ത് സമാപിക്കുന്ന രീതിയിൽ ക്രമീകരിച്ച ഈ യാത്രയുടെ പ്രത്യേകത, കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ യാത്ര നടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ഇതുപോലെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുന്നു. പക്ഷെ അതിനേക്കാൾ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ വളരെ നിശബ്ദമായി വിവിധ ദീനീ സ്ഥാപനങ്ങളിൽ ചെന്നുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളുമായി ഇടപഴകി അവർക്ക് പറയാനുള്ളത് കേൾക്കാനും സംഘടനയ്ക്ക് അങ്ങോട്ട് കൈമാറാനുള്ള സന്ദേശം കൈമാറാനുമുള്ള അവസരമുണ്ടാക്കിക്കൊണ്ടുള്ള വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു യാത്രയാണ്. സമ്മേളനത്തിന് ആളുകളെ സംഘടിപ്പിക്കുക, വിവിധ നഗരങ്ങളിലും കവലകളിലും പോയി പ്രഭാഷണം നടത്തി സമ്മേളനത്തിൻ്റെ വിളംബരം വിളിച്ചറിയിക്കുക എന്നതല്ല. അതിനേക്കാൾ അപ്പുറം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ
വളരെ നിർബന്ധമായും ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളാണ് ഈ ക്യാമ്പസുകളിലൂടെ നമ്മുടെ നേതാക്കൾ കൈമാറുന്നത്. നമുക്കറിയാം, പുതിയ തലമുറയുടെ ഇന്നത്തെ സഞ്ചാരം വളരെ അത്ഭുതത്തോടുകൂടി, കൗതുകത്തോടുകൂടി, അതോടൊപ്പം ഉത്കണ്ഠയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്, നോക്കിക്കാണേണ്ടത്. പുതിയ തലമുറയിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ അപകടകരമായ ചില ആശയങ്ങളും മറ്റൊക്കെ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ രൂപീകരണത്തെ കൃത്യമായി സ്വാധീനിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സംഘടനാപരമായ ഇടപെടലുകൾ നടത്തുക എന്ന ഉത്തരവാദിത്വമാണ് SKSF ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധാരാളം രക്ഷിതാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഓരോ മഹല്ലുകൾ, പ്രദേശങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഒരു 10 100 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കിടയിൽ 95 97 വിദ്യാർത്ഥികളും ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 3 4 വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും ഒരു മഹല്ലിൽ നിന്ന് ദീനി വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ. ഈ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചെറുപ്രായത്തിൽ പ്രാഥമികമായ മദ്രസ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാകും. ആ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ കാലം കഴിഞ്ഞാൽ അവർക്ക് പ്രായപൂർത്തിയും പക്വതയും എത്തി ഇന്നത്തെ പുതിയ കാലത്തെ എല്ലാ സ്വാധീനങ്ങൾക്കും വഴിപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ തെറ്റിലേക്കും അധാർമികതയിലേക്കും അപകടകരമായ ആശയങ്ങളിലേക്കും സ്വാധീനിക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ അതിന് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ആത്മീയമായ കരുത്തും ശേഷിയുമില്ലെങ്കിൽ ഈ തലമുറ സ്വാഭാവികമായും വഴിതെറ്റി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പഴയ കാലങ്ങളിൽ മദ്യപിക്കുന്ന, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അധാർമികമായ കൂട്ടുകെട്ടുകളെക്കുറിച്ചായിരുന്നു നാം ഭയപ്പെട്ടിരുന്നത്. ഇന്ന് അത്തരം കൂട്ടുകെട്ടുകളെക്കുറിച്ച് നാം ഭയപ്പെടണം. പക്ഷെ അതോടൊപ്പം ഇന്ന് വ്യാപകമായി ഒരുതരം സ്വതന്ത്രവാദം ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ, പുതിയ തലമുറക്കിടയിൽ പഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ സ്വാഭാവികമായും അല്പം സ്വതന്ത്രനാകണം എന്ന് താല്പര്യപ്പെടുന്നൊരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് കുട്ടികൾ. മാതാപിതാക്കളുടെ നിയന്ത്രണം, അധ്യാപകരുടെ നിയന്ത്രണം, സ്ഥാപന മേധാവികളുടെ നിയന്ത്രണം, മുതിർന്നവരുടെ നിയന്ത്രണം, അങ്ങനെ നിരവധി നിയന്ത്രണങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ടൊരു വിദ്യാർത്ഥി ജീവിക്കുമ്പോൾ ആ നിയന്ത്രണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ നിയന്ത്രണത്തിൻ്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ ഒരു അവസരം കിട്ടിയാൽ അത് വളരെ ആഹ്ലാദപൂർവ്വം, സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും സ്വാഭാവികമായും കുട്ടികൾക്കുണ്ടാവുക. മതശാസനകൾക്കനുസരിച്ചുകൊണ്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണെങ്കിൽ പോലും ആ മതശാസനകൾ ലംഘിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആസ്വാദനങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും മതിമറന്ന് ജീവിക്കാനും ഉല്ലസിക്കാനും ഒക്കെ അവസരം കിട്ടുമെങ്കിൽ സ്വാഭാവികമായും അല്പം ആ മതശാസനങ്ങളെ ലംഘിക്കാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ വളർന്നു വരും. അത് ആ പ്രായത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഈ പ്രായപരിധിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിലാണ് സ്കൂളുകൾ മുതൽ കോളേജ് ക്യാമ്പസുകൾ വരെ പാഠ്യേതര വിഷയങ്ങളിലൂടെയും അല്ലാതെയും സ്വതന്ത്രവാദം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വേണ്ടത്ര ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലയിടത്തും സ്ഥാപന മേധാവികൾക്ക് പോലും വേണ്ടത്ര ധാരണയുണ്ടാകില്ല. ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്രത്തോളം എൻ്റെ മകൻ, എൻ്റെ മകൾ അതിന് ആസക്തി പൂണ്ടിരിക്കുന്നു, എത്രത്തോളം അഡിക്റ്റായിരിക്കുന്നു എന്ന് പോലും തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്കോ മാതാപിതാക്കൾക്കോ സാധിക്കാത്ത ഒരു ജീവിത സാഹചര്യത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ
പുതിയ തലമുറയെ പ്രാപ്തമാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ടത്. ഈ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ച് അച്ചടക്കമുള്ള, അദബുള്ള, മര്യാദയുള്ള, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന, ആദരിക്കേണ്ടവരെ ആദരിക്കുന്ന, അങ്ങനെ ആ അടക്കവും ഒതുക്കവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ദീനിൻ്റെ ശിക്ഷണം, ആത്മീയമായ തർബിയത്ത് ലഭ്യമായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മഹല്ല് ഭാരവാഹിയുടെ സഹകരണത്തോടുകൂടി, മദ്രസ ഭാരവാഹിയുടെ സഹകരണത്തോടുകൂടി, നാട്ടിലെ ദീനി തൽപരരായ ഉദാര മനസ്കരുടെ സഹകരണത്തോടുകൂടി ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളും പ്രചോദനം നൽകുവാനേ സാധിക്കൂ. പക്ഷെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള രക്ഷിതാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള സംഘടനാ പ്രവർത്തകരായ നമ്മളെപ്പോലുള്ള ആളുകൾ ആ ഉപദേശ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി സ്വീകരിക്കാനും അനുസരിക്കാനും അതനുസരിച്ച് ജീവിക്കാൻ പുതിയ തലമുറയെ പ്രാപ്തമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നാം സജീവമായി ഇടപെടേണ്ട സാഹചര്യം ഇന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളും ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടും സംസ്കാരവും നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കാരണമെന്താണ്? മതബോധത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ പുതിയ തലമുറ വളർന്നു വരണം എന്ന കണിശമായ താല്പര്യമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ അവകാശ നിയമമുള്ള രാജ്യമാണ്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതമായി, സാർവത്രികമായി, സൗജന്യമായി വിദ്യാഭ്യാസം ലഭ്യമാകണം. അത് വിദ്യാർത്ഥിയുടെ അവകാശമാണ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് പഠിക്കാൻ സ്കൂളുകളുണ്ട്, സൗജന്യമായിട്ട് പാഠപുസ്തകമുണ്ട്, സൗജന്യമായിട്ട് യൂണിഫോം ലഭിക്കും. കാരണം എന്താണ്? അത് ഇവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയുടെ അവകാശമാണ്. ചെറിയ പ്രായത്തിൽ കുട്ടികളെ യഥാസമയത്ത് സ്കൂളിൽ ചേർത്തിട്ടില്ലെങ്കിൽ, സ്കൂളിൽ ചേർത്ത് വിദ്യാഭ്യാസം നൽകുന്നതിൽ ഏതെങ്കിലും രക്ഷിതാവ് തടസ്സം നിന്നാൽ നമ്മുടെ നാട്ടിൽ ബാലാവകാശ നിയമം അനുസരിച്ചുകൊണ്ട് മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. കാരണം എന്താണ്? ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമാണ്. അത് ആ കുട്ടിയുടെ അവകാശമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസ രീതി മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നുകൂടെ മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസ രംഗമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ പഞ്ചായത്തിലും അത്യാവശ്യം LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും പഠിക്കാൻ തൽപരരായ ആളുകൾക്ക് അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, ആവശ്യത്തിന് മദ്രസ സംവിധാനം ഉണ്ടായിരിക്കെ തന്നെ, പ്രാഥമികമായി മതം പഠിക്കാനും ഭൗതിക വിദ്യാഭ്യാസം നേടാനുമൊക്കെയുള്ള ആവശ്യമായ സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കെ തന്നെ, ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രമായില്ല, മതവിദ്യാഭ്യാസവും മതശിക്ഷണവും നേടിയിട്ട് മതപരമായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹം വളരണമെന്ന താല്പര്യത്തോടു കൂടിയാണ് ഓരോ പ്രദേശങ്ങളിലും കോടിക്കണക്കിന് രൂപ മുടക്കി പടുകൂറ്റൻ കെട്ടിടങ്ങൾ പണിത് നിരവധി ദീനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ സമുദായം ഉണ്ടാക്കിയത്. സമുദായത്തിന് പഠിക്കാൻ ഈ നാട്ടിൽ സൗജന്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ, കഷ്ടപ്പെട്ടും പിരിവെടുത്തും പ്രയാസം സഹിച്ചും ഗൾഫിൽ പോയി പിരിവെടുത്തും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ മടിശീലയിലെ നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ടും എന്തിനാണ് ഇത്രയും ത്യാഗം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയത്? ആ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയത് ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ രംഗത്ത്, ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സമുദായം എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും ശരി, ആവശ്യമായ മതവിദ്യാഭ്യാസവും മതപരമായ ശിക്ഷണവും ലഭ്യമായെങ്കിൽ മാത്രമേ ഈ സമുദായത്തിൻ്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലൊരു കാഴ്ചപ്പാട് സ്വീകരിക്കാനും അത് സമുദായത്തെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും സന്നദ്ധമായത്. കഴിഞ്ഞ 98 വർഷക്കാലമായി ആ ദൗത്യം പരമാവധി നല്ല രീതിയിൽ കേരളീയ സമൂഹത്തിൽ നടപ്പിലാക്കിയതിൻ്റെ ഗുണഫലമാണ് ഇന്ന് മതപരമായ ഒരു വിഷയം വരുന്ന സമയത്ത്, സാമുദായികമായ ഒരു വിഷയം വരുന്ന സമയത്ത് പ്രതികരണശേഷിയുള്ള സമുദായമായി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നത്. അവരുടെ സാമ്പത്തിക ശേഷി കൊണ്ടല്ല, അവർ നേടിയ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ശേഷി കൊണ്ടല്ല, അവർ നേടിയ ഭൗതികമായ സംവിധാനത്തിൻ്റെ ശേഷി കൊണ്ടല്ല, എൻ്റെ സമുദായം എന്ന് ചിന്തിക്കാൻ ആവശ്യമായ മതപരമായ വിശ്വാസവും സംസ്കാരവും പഠിക്കാൻ
അവർക്ക് മതവിജ്ഞാനം ലഭ്യമാക്കാൻ. മതവിജ്ഞാനം ലഭ്യമാവുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ദിനചര്യയുടെ ഭാഗമായി കൊണ്ടു നടക്കാൻ, അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണെന്ന ബോധമുണ്ടാക്കാനും ഈ പണ്ഡിതന്മാർ ആ ദൗത്യം നിർവഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ വളരെ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടായി. ആ കാഴ്ചപ്പാടിന്റെ പ്രത്യേകത എന്താണ്? മതത്തിന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട്, എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന ബോധത്തോടുകൂടി സഹോദര സമുദായങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവർക്കിടയിൽ ഇടപെടൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് സാമുദായികമായ സൗഹൃദവും മൈത്രിയും ഒക്കെ നിലനിൽക്കേണ്ടത് എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ എഴുതുകയോ മാത്രമല്ല, അവർ ജീവിച്ച് കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ പറയുമ്പോൾ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാകും, ഈ കാര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമല്ലല്ലോ, ഇവിടെ എല്ലാ മതസംഘടനകളും അതേ കാഴ്ചപ്പാട് തന്നെയല്ലേ? അവർ മതം പഠിപ്പിക്കുന്നു, മതം പറയുന്നു, മതപ്രബോധനം നിർവഹിക്കുന്നു, അവരും സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അവരും വർഗീയതക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നു. എല്ലാവരും ഒരു ബഹുസ്വര സമൂഹത്തിൽ മുന്നോട്ട് പോകണമെന്ന താല്പര്യത്തോടു കൂടിയാണല്ലോ എല്ലാ മതസംഘടനകളും പ്രവർത്തിക്കുന്നത് എന്ന് പല ആളുകൾക്കും തിരിച്ചു ചോദിക്കാനുണ്ടാകും. അങ്ങനെ ചോദിക്കാവുന്നൊരു മാനസികാവസ്ഥയിലാണ് നാം എല്ലാവരുമെങ്കിൽ നമുക്കതിൽ വലിയ സംതൃപ്തിയും സന്തോഷവുമുണ്ട്. പക്ഷേ പലപ്പോഴും പല ബിദഅി പ്രസ്ഥാനങ്ങളും സംഘടനാപരമായ ഒരു വിമർശനത്തിനോ ആക്ഷേപത്തിനോ അല്ല ഞാൻ മുതിരുന്നത്. പക്ഷേ നാം തിരിച്ചറിയേണ്ട കാര്യം, മതത്തെ, അതിൻ്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവരെ ബഹുമാനിക്കാനും ആദരിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് പ്രായോഗികമായി ഇവിടെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ബോധ്യപ്പെടുത്തി കൊടുക്കാനും അത്തരമൊരു ജീവിത സംസ്കാരം കേരളീയ മുസ്ലിം സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധ്യമായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കാണ്. മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് അതിന് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങളും മറ്റു ബിദഅി പ്രസ്ഥാനങ്ങളും വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങളും തമ്മിൽ അഭേദ്യമായ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യത്യാസം സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാം എന്ന ഒരു കീഴ്വഴക്കം ദൗർഭാഗ്യവശാൽ മുസ്ലിം ലോകത്ത് ഈ ബിദഅി പ്രസ്ഥാനങ്ങൾ കൊണ്ടു നടന്നു. മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന, പ്രമാണങ്ങളെ തള്ളിപ്പറയുന്ന, മദ്ഹബുകളെ തള്ളിപ്പറയുന്ന, ഇമാമുമാരെ തള്ളിപ്പറയുന്ന, പാരമ്പര്യത്തെയും പൈതൃകത്തെയും വലിച്ചെറിയുന്ന ഒരു സംസ്കാരം മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ചില ബിദഅി പ്രസ്ഥാനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഓരോ ആളുകളും അതത് താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകളെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി, പല താല്പര്യങ്ങൾക്ക് വേണ്ടി, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാനും വികലമാക്കാനുമുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിലെ പല ബിദഅി പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചു. അതിന്റെ സ്വാധീനം സ്വാഭാവികമായും കേരളത്തിലെ ബിദഅി പ്രസ്ഥാനങ്ങളിലും ഉണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളും ഇവിടുത്തെ ജമാഅത്ത് മുജാഹിദ് വിഭാഗങ്ങളുമായിട്ടൊക്കെ പറയുന്ന ബിദഅി പ്രസ്ഥാനങ്ങളും നമ്മളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ പഴയ കാലങ്ങളിൽ പണ്ഡിതന്മാർ സുന്നത്തും ബിദഅത്തും വിഷയം അവതരിപ്പിച്ചിരുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅയും ബിദഅി പ്രസ്ഥാനങ്ങളും എന്ന വിഷയം അവതരിപ്പിച്ചിരുന്നു. സമസ്തയും മറ്റു സമസ്തേതര വിഭാഗങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. എന്താണ് നമുക്കിടയിൽ ചർച്ച ചെയ്തിരുന്നത്? എന്താണ് ഈ സമുദായത്തിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്? ഇവിടെ ആശയപരമായ, ആദർശപരമായ, ആചാരപരമായ, അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയവും ബിദഅി പ്രസ്ഥാനങ്ങൾ വിഭാവന ചെയ്യുന്ന ആശയങ്ങളും തമ്മിലുള്ള ആ വൈരുദ്ധ്യവും അപകടകരമായിട്ടുള്ള ചില രീതികളും പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള രീതികളുമൊക്കെ അവരിവിടെ പഠിപ്പിച്ചതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. ഖുതുബയുടെ ഭാഷയെക്കുറിച്ച്, സ്ത്രീകളുടെ പള്ളിയുടെ ജുമാ ജമാഅത്തിനെ കുറിച്ച്, അതേപോലെ സുബഹി നിസ്കാരത്തിലെ കുനൂത്തിനെ കുറിച്ച്, തവസ്സുലിനെ കുറിച്ച്, ഇസ്തിഗാസയെ കുറിച്ച്, അങ്ങനെയുള്ള ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ട് സ്വാഭാവികമായും അത് നമ്മുടെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നു, അനൈക്യമുണ്ടാകുന്നു. അതിൻ്റെ പേരിൽ സമുദായത്തിൻ്റെ ഊർജവും പണവും സമയവും സമ്പത്തും ഒക്കെ ഇങ്ങനെ ചെലവഴിക്കപ്പെടുന്നു എന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് നമ്മുടെ നാടിൻ്റെ സമാധാനത്തെ ബാധിച്ചിരുന്നില്ല, രാജ്യസുരക്ഷയെ ബാധിച്ചിരുന്നില്ല, അത് മറ്റു സഹോദര സമുദായങ്ങളെ ബാധിച്ചിരുന്നില്ല.
ഒരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. കാരണം എന്താണ്? അത് മുസ്ലിം സമുദായത്തിനിടയിലുള്ള വിവിധ സംഘടനകൾക്കിടയിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസം, ആ ആശയപരമായ അഭിപ്രായ വ്യത്യാസം എന്ന തലത്തിൽ തന്നെ നിന്നുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ആ ബിദഈ പ്രസ്ഥാനങ്ങളുടെ പല ഗൂഢമായ അജണ്ടകളും ആശയങ്ങളും ഒക്കെ പിൽക്കാലത്ത് പുറത്തു പറയുന്ന സാഹചര്യമുണ്ടായി. അത് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ ആലോചിക്കണം, ഇത്തരം ബിദഈ പ്രസ്ഥാനങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഈ സമുദായത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് സമുദായത്തിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ ഏതെങ്കിലും തലത്തിൽ മോശക്കാരായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, വിശ്വാസപരമായി കർമ്മപരമായി മുസ്ലിം സമുദായം ഏതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മാർഗദർശനം നൽകേണ്ട പ്രാമാണികരായ പണ്ഡിതന്മാർ അവരവരുടെ ദൗത്യം നിർവഹിച്ചതാണ്. ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ള, മതത്തിന്റെ പ്രമാണങ്ങളെ വികലമായി ചിത്രീകരിക്കുന്ന, പ്രമാണങ്ങളിൽ നിന്ന് സമുദായത്തെ പുറകോട്ട് വലിക്കുന്ന, ആചാരാനുഷ്ഠാന ക്രമങ്ങളെ ജീർണതയെന്നും അന്ധവിശ്വാസമെന്നും അനാചാരമെന്നും ആരോപിക്കുന്ന അത്തരം സംഘടനകളെയും സംവിധാനങ്ങളെയും അല്പം അകറ്റി നിർത്തണം, അല്പം മാറ്റി നിർത്തണം, അവരുമായി അകലം പാലിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവരുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു സങ്കര സംസ്കാരം വന്നാൽ യഥാർത്ഥ വിശ്വാസത്തെയും സംസ്കാരത്തെയും അത് ദോഷകരമായി ബാധിക്കും എന്ന തിരിച്ചറിവ് കൊണ്ട് തർക്കുൽ മുവാലാത്ത് വരെ പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യം കേരളീയ മുസ്ലിം സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം, മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായും കർമ്മപരമായും അവർ സഞ്ചരിക്കേണ്ട യഥാർത്ഥ വഴി ഏതെന്ന് മുസ്ലിം സമുദായത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് മാർഗഭ്രംശമുണ്ടാകാൻ സാഹചര്യമൊരുക്കുന്ന, അതിന് സ്വാധീനമുണ്ടാക്കാൻ സാഹചര്യമുള്ള അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ ഈ സമുദായത്തിന് മുമ്പിൽ കൃത്യമായി പറഞ്ഞുകൊടുത്തു, ബോധ്യപ്പെടുത്തി കൊടുത്തു. ദീർഘവീക്ഷണത്തോടുകൂടി അവരുമായി സമുദായം അകലം പാലിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അവരുമായി അകലം പാലിക്കണമെന്ന് പറഞ്ഞ അതേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ശരീഅത്ത് വിവാദം കാലത്ത്, അതേപോലെ മുസ്ലിം സമുദായത്തിന് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അന്നും ഇന്നും മുസ്ലിം സമുദായത്തിന്റെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ഈ ആശയപരമായ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘടനകളുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് സമുദായത്തിന്റെ ഐക്യവും കൂട്ടായ്മയും ശക്തിപ്പെടുത്തുന്ന എത്രയോ മൂവ്മെന്റുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ അനൈക്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല, സമുദായത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ വിശ്വാസി സമൂഹത്തിന് മാർഗദർശനം നൽകുന്നിടത്ത് അവരുമായിട്ടൊക്കെ നിശ്ചിത അകലം പാലിക്കണമെന്ന വളരെ വ്യക്തമായ ഒരു സമീപനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇത്രയും സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉപദേശിക്കാൻ വരുന്ന ആളുകളുണ്ട്. സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അക്കാലത്ത് അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും അത് സമുദായത്തോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ആഗോളതലത്തിൽ ഐസിസ് പോലെയുള്ള സംഘടനകൾ കടന്നു വന്നു. ഐസിസ് പോലെയുള്ള സംഘടനകൾ കടന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് കൃത്യമായി ഈ സമുദായത്തോട് കൃത്യമായി എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ലോകത്തുള്ള അറിയപ്പെടുന്ന പ്രാമാണികരായ നൂറുകണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞു, ഐസിസിന്റെ പ്രവർത്തനങ്ങൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ പ്രചാരണങ്ങൾ ഒരിക്കലും ഇസ്ലാമിക സമൂഹം അംഗീകരിക്കുന്നില്ല, ഇസ്ലാമുമായി അതിന് ബന്ധമില്ല, ഇസ്ലാമുമായി അതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല, ഐസിസിന്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കില്ലെന്ന് നൂറുകണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് എഴുതി ഒപ്പുവെച്ചുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു. ഐസിസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, അതും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ലെന്ന് പരസ്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായി. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളുടെ ഭദ്രതയെ ബാധിക്കുന്ന, രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന അപകടകരമായ തലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള തീവ്ര ഭീകര പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് ഈ തീവ്ര ഭീകര പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ ഏത് ആശയമാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് സ്വാഭാവികമായും അന്വേഷിക്കും. മുസ്ലിങ്ങൾ അന്വേഷിക്കും, അമുസ്ലിങ്ങൾ അന്വേഷിക്കും, ലോകത്തെ ചരിത്ര ഗവേഷകന്മാർ പരിശോധിക്കും, അക്കാദമിക് വിദഗ്ധന്മാർ പരിശോധിക്കും. പക്ഷേ ആ അന്വേഷണത്തിലൂടെ പുറത്തു വന്ന യാഥാർത്ഥ്യം എന്താണ്? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബിദഈ ആശയമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമല്ല, ആഗോളതലത്തിലുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മുഴുവനും തീർപ്പ് കൽപ്പിക്കപ്പെട്ട വഹാബിസത്തിന്റെ സ്വാധീനമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് കൃത്യമായി ലോകത്ത് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഏതാനും ആശയപരമായ ആചാരപരമായ കാര്യത്തിലുള്ള
അഭിപ്രായ വ്യത്യാസമല്ല, അതിനേക്കാൾ അപ്പുറം അത് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരയെ ബാധിക്കുന്ന, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, ഇതൊക്കെയാണ് ഇസ്ലാം എന്ന്, ഇസ്ലാമിൽ ഭീകരതയുണ്ട്, തീവ്രവാദമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് വെള്ളവും നൽകുന്ന ആശയങ്ങൾ മുസ്ലിമിന്റെയും ഇസ്ലാമിന്റെയും പേരിൽ ഇവിടെ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവർ വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് സ്ഫോടനം നടത്തുന്ന, അവിടെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് മുസ്ലിം സമുദായം എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമുദായം ഏതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കുമ്പോൾ തന്നെ ഈ അപകടകരമായ ആശയങ്ങളിലേക്ക് മുസ്ലിം സമുദായം വഴിതെറ്റി സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രതാപൂർണമായിട്ടുള്ള നിർദ്ദേശം നൽകാൻ ഈ പണ്ഡിതന്മാർക്ക് സാധ്യമായത്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ കേരളത്തിലേക്ക് നിന്ന് പോലും അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്നവരുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും അതിന്റെ ഫോളോവേഴ്സ് മലയാളികൾക്കിടയിൽ വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ അത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ച് എവിടെയെത്തി? ബഹുസ്വര സമൂഹത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതത്തിൽ ജീവിക്കാനും മരിക്കാനും നല്ലത് ഇന്ത്യയെ പോലെയുള്ള, കേരളത്തെ പോലെയുള്ള ബഹുസ്വര സമൂഹം അല്ല, ദമ്മാജ് പോലെയുള്ള അത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് ഹിജറ പോകണമെന്ന് പഠിപ്പിക്കുന്ന സാഹചര്യം പോലും മലയാളികൾക്കിടയിൽ ഉണ്ടായി. എത്രത്തോളം ഭീകരമാണ് നാം തിരിച്ചറിയേണ്ടത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ചുട്ടുചാമ്പലാക്കിയ കുരിശുദ്ധകാലത്ത് പോലും മുസ്ലിങ്ങൾക്കെതിരെ ഭീകരവാദം ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്ത് കടന്നു വന്നതിന് ശേഷം ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ ചുവട് പിടിച്ചുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രചാരണങ്ങൾ തുടങ്ങിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണെന്ന് ഇവിടെ ശത്രുക്കൾക്ക് പറയാൻ അവസരമുണ്ടായത്. ലോകത്ത് മുസ്ലിങ്ങളെ ഭീകരവാദികളെന്ന് വിളിക്കാൻ കാരണം, ലോകത്തെ മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കാൻ കാരണം യഥാർത്ഥ മുസ്ലിം ഭീകരവാദിയായി പോയതിന്റെ പേരിലല്ല, യഥാർത്ഥ മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിലല്ല. പക്ഷേ മുസ്ലിമിനെ വഴിതെറ്റുന്ന, മുസ്ലിമിന്റെ പേരിൽ വ്യാജമായി ഇറക്കുമതി ചെയ്യപ്പെട്ട ഈ അപകടകരമായ ആശയങ്ങൾ സമുദായത്തിനിടയിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും സ്വാധീനം ചെലുത്തിയതിന്റെ തിക്തഫലമാണ് ഈ സമുദായത്തിൽ അത്തരത്തിലുള്ള അപകടകരമായ ആശയങ്ങൾ പ്രചരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മുടെ കേരളത്തിൽ പോലും ബഹുസ്വര സമൂഹത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന് ജീവിക്കാനും മരിക്കാനും കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോലും ഹിജറ പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എങ്ങനെയാണ് ഒരു ബഹുസ്വരതയെ മുസ്ലിമിന് നിരാകരിക്കാൻ സാധിക്കുക? ബഹുസ്വര സമൂഹത്തെ എങ്ങനെയാണ് മുസ്ലിമിന് നിരാകരിക്കാൻ സാധിക്കുക? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 വർഷത്തെ മദീന കാലഘട്ടം, ലോകത്ത് എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം ജീവിക്കേണ്ടതെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു കാണിച്ചു തന്നതാണ്. ആ മദീനയിൽ ന്യൂനപക്ഷമുണ്ടായിരുന്നു, ഭൂരിപക്ഷമുണ്ടായിരുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ടായിരുന്നു, മിത്രങ്ങളുണ്ടായിരുന്നു, ഏകദൈവ വിശ്വാസികളുണ്ടായിരുന്നു, ബഹുദൈവ വിശ്വാസികളുണ്ടായിരുന്നു, പല രീതിയിലുള്ള ഒരു ബഹുസ്വര സമൂഹമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം ഒരു യഥാർത്ഥ മുസ്ലിമിന് സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളുമായി ആത്മാർത്ഥമായി ഇടപഴകി ജീവിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ലോകത്തെവിടെയാണ് ബഹുസ്വര സമൂഹത്തിലല്ലാതെ ഇസ്ലാം കടന്നു വന്നത്? ലോകത്തെവിടെയെല്ലാം ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെട്ടിട്ടോ അതെല്ലാം ബഹുസ്വര സമൂഹത്തിലായിരിക്കുമല്ലോ, സ്വാഭാവികമല്ലേ? 23 വർഷക്കാലത്തെ പ്രബോധനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടി 1,00,000-ലധികം വരുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ പരിശുദ്ധമായ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇവിടെ ഹാജരില്ലാത്ത ആളുകളിലേക്ക്, ഈ ചരിത്ര സംഗമത്തിന് സാക്ഷികളാകാത്തവരിലേക്ക് ഈ സത്യസന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വലിയ ദൗത്യമാണ് 1,00,000-ലധികം വരുന്ന സ്വഹാബത്തിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കുന്നത്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രഭാഷണമായിരുന്നു. 23 വർഷക്കാലത്തെ പ്രബോധനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആ സ്വഹാബത്തിനെ ദൗത്യം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 23 വർഷക്കാലം പ്രവാചകന്റെ പ്രബോധനം നിർവഹിച്ചു. ആ പ്രബോധനത്തിന്റെ പൂർത്തീകരണത്തോടുകൂടി ഇനി സന്ദേശം ഇവിടെ ഹാജരാകാത്ത രാജ്യങ്ങളിലേക്കും ജനങ്ങളിലേക്കും ദേശങ്ങളിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഏൽപ്പിക്കുമ്പോൾ അവരെ കൈവശം എന്താ കൊടുത്തത്? 1,10,000-ഓളം വരുന്ന സ്വഹാബത്ത് അവിടെ ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. 1,10,000-ഓളം വരുന്ന ഖുർആന്റെ കോപ്പി അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോ കോപ്പി എടുത്ത് പോയി വായിച്ച് അർത്ഥം വെച്ച് ഇസ്ലാമിനെ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞോ? അന്ന് വിശുദ്ധ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല.
അവരെ കൈവശം കൊടുക്കാൻ ലഘുലേഖ പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചത്? ഓരോ പ്രദേശങ്ങളിൽ പോയി അവർ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച ഇസ്ലാമിനെ യഥാർത്ഥ മുസ്ലിമായിട്ട് ഓരോ പ്രദേശങ്ങളിൽ പോയി അവർ ജീവിച്ചു. ബഹുസ്വര സമൂഹത്തിൽ അവർ ജീവിച്ചു. ആ ജീവിതം കണ്ടുകൊണ്ട് ഇത് വിമോചനത്തിന്റെ വഴിയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇന്ത്യയിൽ പോലും ദ്രുതഗതിയിലാണ് ഇസ്ലാം പ്രചരിച്ചത്. അനേകം മതങ്ങളും ജാതികളും ഭാഷകളും ഉപജാതികളുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായി സങ്കീർണതകളുടെ കൂത്തരങ്ങായിട്ടുള്ള ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് എങ്ങനെയാണ് ഇത്ര ദ്രുതഗതിയിൽ ഇസ്ലാം പ്രചരിച്ചത് എന്ന ചരിത്രാന്വേഷണത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി പാശ്ചാത്യ ചരിത്രകാരന്മാർ പോലും പറഞ്ഞ ഉത്തരം ഇന്ത്യയിൽ സൂഫി വര്യന്മാരുടെ സാന്നിധ്യമാണ് ഇസ്ലാമിക പ്രബോധനം ഇത്ര ദ്രുതഗതിയിലായത്, ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാൻ ഇത്രയും സാഹചര്യം ഉണ്ടായത് എന്നത് പാശ്ചാത്യ ചരിത്രകാരന്മാർ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണ്. എന്താ കാരണം? സൂഫി വര്യന്മാർ അവർ യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിച്ചു. ആ ജീവിതത്തിന്റെ പ്രകാശം സഹോദര സമുദായങ്ങളിലേക്ക് അവർ കൈമാറി. ആ ജീവിതത്തിന്റെ പ്രകാശം കണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടമായി കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിർബന്ധ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടയ്ക്കിടെ വിവാദം ഉണ്ടാകാറുണ്ട്. ലവ് ജിഹാദ് പോലെയുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പ്രബോധനത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണക്കാരനായ മഹാനായ സുൽത്താനുൽ ഹിന്ദ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മഹാനാണ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സറൂഹുൽ അസീസ്. ലക്ഷക്കണക്കിന് ആളുകളാണ് അജ്മീർ ഖാജയുടെ കാരണം കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ അജ്മീർ ഖാജയെ കുറിച്ച് ഉൾപ്പെടെ ഒരു സർവ്വവിജ്ഞാന കോശം ഇറക്കിയിട്ടുണ്ട് മലയാളത്തിൽ. ആ സർവ്വവിജ്ഞാന കോശത്തിന്റെ എഡിറ്റർ ഡോക്ടർ സുകുമാർ അഴീക്കോടായിരുന്നു. ആ അജ്മീർ ഖാജയെ കുറിച്ച് ആ സർവ്വവിജ്ഞാന കോശത്തിൽ പരാമർശിക്കുന്നിടത്ത് ആ സുകുമാർ അഴീക്കോടും നിരവധി സഹോദര സമുദായത്തിൽപ്പെട്ട ചരിത്രകാരന്മാരും അക്കാദമീഷ്യന്മാരും മാധ്യമപ്രവർത്തകരും അടങ്ങിയ ആ പത്രാധിപ സമിതി പുറത്തിറക്കിയിട്ടുള്ള ആ സർവ്വവിജ്ഞാന കോശത്തിൽ പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകൾ അജ്മീർ ഖാജ കാരണത്താൽ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. പക്ഷേ ലോകത്തെവിടെയെങ്കിലും, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇന്നത്തെ ഈ വർഗീയ വിദ്വേഷ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരെങ്കിലും അജ്മീർ ഖാജ നിർബന്ധ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തു എന്ന ആരോപണം ഉന്നയിക്കാറുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, സാക്ഷാൽ ഒരു BJPയുടെ സ്ഥാനാർത്ഥി MLA ആയി വിജയിച്ചാൽ, MP ആയി വിജയിച്ചാൽ, ഒരു പക്ഷെ മന്ത്രിയായി കഴിഞ്ഞാൽ അവർ പോലും അജ്മീർ ഖാജയുടെ സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് അവരുടെ ഭാഷയിലും ശൈലിയിലും പ്രാർത്ഥന നടത്തി അവരുടെ രീതിയിൽ അവരുടെ സമ്മതം വാങ്ങിയിട്ടാണ് ആ ചുമതല പോലും അവർ ഏറ്റെടുക്കാറുള്ളത്. എന്താണ് കാരണം? സൂഫി വര്യന്മാർ ഈ നാട്ടിൽ മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ ശത്രുക്കൾക്ക് പോലും എതിര് പറയാൻ അവസരമില്ലാത്ത വിധം അവർ മാന്യമായി ഇസ്ലാമിക പ്രബോധന കർമ്മം നിർവഹിച്ചു. ആ ദൗത്യം മനോഹരമായി അവർ ഇവിടെ നിർവഹിച്ചു. അത് അജ്മീർ ഖാജയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ സമസ്തയുടെ ചരിത്രത്തിൽ പോലും സമാനമായ സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. നമുക്കറിയാം, 1980കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി ഈ സമുദായത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ഇവിടെ ഈ പ്രസ്ഥാനത്തിന് സമുദായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1980കളിൽ മഞ്ചേരിയിലും എടക്കരയിലും മുസ്ലിം സമുദായത്തിന് വളരെ പിന്നാക്കമായി അധിവസിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായി. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാനൊരു വിഷയം താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുന്നു. ദരിദ്രം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, കട്ടപ്പെട്ട രോഗികളും പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായി പ്രാരാബ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് വലിയ വലിയ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് മിഷണറി പ്രവർത്തനങ്ങൾ നടന്നു. ആ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പല ആളുകളും ക്രൈസ്തവ സമുദായത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഖുർആനിക സൂക്തങ്ങളെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട്, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വികലമായ രീതിയിൽ, തെറ്റായ രീതിയിൽ അവരുടെ പ്രബോധനം നിർവഹിച്ചുകൊണ്ട്, മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഇസ്ലാമിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ആ മിഷണറി പ്രവർത്തനങ്ങൾ അവിടെ ശക്തമായി നടന്നു. ഈ മിഷണറി പ്രവർത്തനങ്ങൾ നടന്ന ഘട്ടത്തിലാണ് അന്ന് ധാരാളം മതസംഘടനകൾ കേരളത്തിലുണ്ടല്ലോ, ധാരാളം മതപണ്ഡിതന്മാർ കേരളത്തിലുണ്ടല്ലോ, പലരും ഉണ്ടായിരുന്നു. പക്ഷേ അന്നതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തു.
ആ ദൗത്യം മനോഹരമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി മഞ്ചേരിയിലും എടക്കരയിലും ഈ മിഷണറി പ്രവർത്തകന്മാർ വിശുദ്ധമായ ഖുർആനിനെയും തിരുസുന്നത്തിനെയും വികലമായി ചിത്രീകരിക്കുന്ന ഉൾപ്പെടെ അവർ മുസ്ലിം സമുദായത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികലമായ ആശയപ്രചരണത്തെയും ആശയക്കുഴപ്പത്തെയും കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ട് മാന്യമായ മനോഹരമായ പ്രഭാഷണം നിർവഹിച്ചു. ആ പ്രഭാഷണം നിർവഹിച്ച കാലത്തും കേരളത്തിലും ഇന്ത്യയിലും RSS പ്രവർത്തിക്കുന്നുണ്ട്. അന്നും സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ സജീവമാണ്. അന്നും ക്രൈസ്തവ സമുദായം ശക്തമായി പ്രവർത്തിക്കുന്ന നാടാണ് കേരളം. പക്ഷേ ഷെയ്ഖുനാ ശംസുലുമയുടെ പ്രഭാഷണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം മതസ്പർദ്ധ വളർത്തുന്നു എന്നൊരാരോപണം അന്നോ ഇന്നോ പിൽക്കാലത്തോ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താണ്? ഒരു മതസമൂഹത്തിനിടയിൽ മതപരമായ കാര്യത്തിൽ പോലും ആശയക്കുഴപ്പങ്ങളും വിഭാഗീയതയും സ്പർദ്ധയും വളർത്താൻ ശ്രമിച്ചാൽ പോലും അവിടെയും എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മതത്തെയും മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവതരിപ്പിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ഈ സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത, ഈ വർത്തമാനകാലത്ത് ബോധ്യപ്പെടുത്തി കൊടുത്ത മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖുനാ ശംസുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മനോഹരമായി ആ ദൗത്യം നിർവഹിച്ചു. നമ്മുടെ ജാഥ നായകന്മാരെല്ലാം വേദിയിലെത്തി. ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ സ്വീകരണ പരിപാടികളും ജാഥാ നായകരുടെ സന്ദേശം ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുകയുമാണ്. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വിവിധ മതങ്ങളും ജാതികളും സമുദായങ്ങളും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു നാട്ടിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളുമായി ആത്മാർത്ഥമായി ഇടപഴകി എങ്ങനെ ജീവിക്കാമെന്ന വളരെ കൃത്യമായ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ സന്ദേശം, അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതേ രീതിയിൽ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ മഹാരഥന്മാരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും ഈ സമുദായത്തിൽ ജീവിച്ചു കാണിച്ചു. മാതൃകായോഗ്യമായി അതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സമുദായം ഒന്നടങ്കം സന്നദ്ധമായി. മറ്റു സഹോദര സമുദായങ്ങൾ പോലും അതിനെ വളരെ ബഹുമാനാദരവോടുകൂടിയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ട് മതത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ, വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് പറയാതിരിക്കാൻ ഒട്ടും മടി കാണിക്കാതെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് സമാധാനത്തോടുകൂടി മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും ആശയങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് നമ്മുടെ ആദർശങ്ങൾ എങ്ങനെ പറയണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, അതേപോലെയുള്ള തെറ്റിദ്ധാരണകൾ എങ്ങനെയാണ് ദൂരീകരിക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങളിലൂടെ മഹാനായ ശംസുൽ ഉലമ ഈ സമുദായത്തിന് കൃത്യമായി കാണിച്ചു കൊടുത്തു. ഒരു ഭാഗത്ത് മിഷണറി പ്രവർത്തകന്മാർ വിശുദ്ധമായി ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ മനോഹരമായി ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുന്ന രീതിയിൽ വളരെ കൃത്യമായി പ്രാമാണികമായി ഇസ്ലാമിനെ ഈ സമൂഹത്തിൽ പ്രബോധനം ചെയ്യപ്പെട്ടിട്ട് പോലും അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു വർഗീയത പ്രചരിപ്പിക്കുന്നു, വിഭാഗീയത ഉണ്ടാക്കുന്നു, സ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ അവസരം കൊടുക്കാത്ത വിധം വളരെ ബുദ്ധിപരമായി അതിവിടെ അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചു. അതേപോലെ തന്നെയാണ് അതേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകനായിരുന്ന മഹാനായ ഷെയ്ഖുനാ ശംസുൽ ഉലമ തന്നെയാണ് സമസ്തയുടെ വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇവിടുത്തെ രാജ്യത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം എന്ന് പറഞ്ഞ അതേ പ്രസംഗത്തിൽ തന്നെ അടുത്ത വാചകമായിട്ട് സമൂഹത്തോട് പറയാൻ, ഇവിടെ സമുദായ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. സമുദായ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. അത് പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ സഹോദര സമുദായങ്ങൾ ബഹുമാനിക്കുന്ന ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മഹാനായ ഷെയ്ഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ.
ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ശംസുൽ ഉലമ വാവരെ കുറിച്ച് വലിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാൽ പിന്നെ അതിന്റെ ശരിതെറ്റുകളിലേക്ക് നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. പക്ഷേ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ധാരാളം ഹൈന്ദവ സഹോദരന്മാർ, കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരന്മാർ ശബരിമല തീർത്ഥാടനത്തിന് പോകാറുണ്ട്. ഈ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഹൈന്ദവ സഹോദരന്മാർ അവരുടെ ആചാരങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ചു വരണമെങ്കിൽ ശബരിമലയിലെ വാവരുടെ പള്ളി എന്ന് പറയപ്പെടുന്ന ആ പള്ളിയെ പ്രദക്ഷിണം ചെയ്തതിന് ശേഷമേ അവരുടെ ആചാരങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ കഴിയുള്ളൂ. വാവരുടെ പള്ളിയെ പ്രദക്ഷിണം ചെയ്തിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ തവാഫ് ചെയ്തതിന് ശേഷമേ അവർക്ക് തിരിച്ചു വരാൻ പറ്റൂ. ആ തവാഫ് പൂർത്തിയാക്കിയാലേ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്ന ആ ശബരിമല അയ്യപ്പന്റെ തന്റെ ആചാരങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ആ വാവറെ ചൂണ്ടിക്കൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞത്, വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ഇവിടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ വലിയതൻ എന്ന് പറഞ്ഞാൽ തന്നെ അതുണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കുന്നവരാണ്. അതിന് പുറമെ വാവര വലിയാണെന്ന് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അതിനേക്കാൾ വലിയ തർക്ക വിഷയമാണ്. എന്നാൽ ആ വാവർ എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിക വിശ്വാസിയായി ജീവിച്ചു മരണപ്പെട്ട വാവർ വലിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സമൂഹത്തെ, ആ വാവരെ എങ്ങനെയാണ് ശബരിമലയിലെ തന്ത്രി കുടുംബം കാണുന്നത്? ആ വാവരുടെ പള്ളിക്കകത്തോ അതിന്റെ പരിസരത്തോ ശബരിമല അയ്യപ്പന്റെ ഒരു പ്രതിമയോ പ്രതിഷ്ഠയോ ഒരു ചിത്രം പോലും അനാച്ഛാദനം ചെയ്തു വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ശബരിമല അയ്യപ്പന്റെ പ്രതിമകൾ ധാരാളം പരിസര പ്രദേശങ്ങളിലുണ്ട്. ശബരിമല അയ്യപ്പന്റെ വലിയ വലിയ പടുകൂറ്റൻ പ്രതിമകളുള്ള ക്ഷേത്രങ്ങളുണ്ട്. ശബരിമല അയ്യപ്പനെ തൊഴാൻ വേണ്ടിയിട്ടാണ് ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരന്മാർ പോകുന്നത്. ആ ശബരിമല അയ്യപ്പ ഭക്തന്മാർ ആ ആചാരത്തിന്റെ ഭാഗമായി ഈ പറയപ്പെടുന്ന ശബരിമലയിലെ വാവരുടെ പള്ളിയെ കൂടി പ്രദക്ഷിണം ചെയ്യണമെങ്കിൽ ആ ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ ആചാരത്തിന്റെ ഭാഗമായി പ്രദക്ഷിണം ചെയ്യപ്പെടുന്ന പള്ളിക്കകത്തോ പുറത്തോ ഈ അയ്യപ്പന്റെ ഒരു പ്രതിമ പോലും കാണാൻ കഴിയില്ല. അതിന്റെ കാരണമായി ഇന്നും ജീവിച്ചിരിക്കുന്ന ശബരിമല തന്ത്രി കുടുംബത്തിലെ അംഗങ്ങൾ പറയുന്നു, ശബരിമല അയ്യപ്പന്റെ ആത്മസുഹൃത്തായിരുന്നു വാവർ. പക്ഷേ വാവർ ഏകദൈവ വിശ്വാസിയായിരുന്നു. വാവർ ഏകദൈവ വിശ്വാസിയായിരുന്നു. ഏകദൈവ വിശ്വാസിയായ വാവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് പ്രതിമകളെ പൂജിക്കാൻ പാടില്ല. ബഹുദൈവ വിശ്വാസത്തിനെതിരാണ്, പ്രതിമാ വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് വാവർ എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസിയായ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ച ആ മനുഷ്യനോടുള്ള ബഹുമാന സൂചകമായി വാവരുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രതിമയെ, അയ്യപ്പന്റെ പ്രതിമയെ പോലും ആ പള്ളിക്കകത്തോ പരിസരത്തോ ഞങ്ങൾ വെച്ചിട്ടില്ല. അത് വാവരുടെ വിശ്വാസത്തോടുള്ള ബഹുമാന സൂചകമാണെന്ന് ഇന്നും ശബരിമല തന്ത്രി കുടുംബത്തിലെ ആളുകൾ വിശദീകരിക്കുമ്പോൾ ആ വാവറെ ചൂണ്ടിയിട്ടാണ് മഹാനായ ശംസുൽ പറഞ്ഞത്, വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ആ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ സുന്നികൾ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകണം. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം സംരക്ഷിക്കാൻ കഴിയൂ എന്ന് മഹാനായ ശംസുൽ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒരു ഭാഗത്ത് സ്വന്തം വിശ്വാസത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് അതിനെതിരായി വരുന്ന ഏത് വെല്ലുവിളികളെയും മുഖം നോക്കാതെ, എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയേണ്ട ഭാഷയിലും ശൈലിയിലും കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ സഹോദര സമുദായത്തെ ബഹുമാനിക്കാനും അവർ ഉൾക്കൊള്ളാനും അവരെ ചേർത്ത് നിർത്താനും എല്ലാ മതവിഭാഗങ്ങളെയും വിശ്വാസങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും സന്നദ്ധമായിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് ഈ സമൂഹത്തിൽ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും പ്രാവർത്തികമാക്കാനും സാധിച്ച ഒരേ ഒരു മതസംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് പറയുന്നത്, സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. അതിന്റെ യഥാർത്ഥ വഴി അഹ്ലുസുന്നത്ത് വൽ ജമാഅയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരണം, നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നു വരണം, വിദ്യാർത്ഥിനികൾ വളർന്നു വരണം. അപ്പോൾ മാത്രമേ യഥാർത്ഥ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന, യഥാർത്ഥ ഇസ്ലാമിക ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകൂ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ കാലത്ത് ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ വേണ്ടി സമുദായം മുന്നോട്ട് വരേണ്ടതുപോലെ
ഫാഷിസത്തെ പ്രതിരോധിക്കാൻ സമുദായം മുന്നോട്ട് വരേണ്ടതുപോലെ വിവിധ സംസ്കാരങ്ങളും അധാർമികതകളും വിവിധങ്ങളായിട്ടുള്ള അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് പുതിയ തലമുറയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതിനെ നാം തടയാൻ മുന്നോട്ട് വരുന്നത് പോലെ അതിനേക്കാൾ മാരകമാണ് നമ്മളറിയാതെ നമ്മുടെ വിശ്വാസത്തെ വഴിതെറ്റിക്കുന്ന ലിബറലിസത്തിന്റെ, സ്വതന്ത്രവാദത്തിന്റെ, ഇൻഡിവിജ്വലിസത്തിന്റെ അപകടകരമായിട്ടുള്ള ചില ആശയങ്ങൾ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പാഠ്യവിഷയങ്ങളിലുണ്ട്, പാഠ്യേതര വിഷയങ്ങളിലുണ്ട്. അതിനെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ, ആ അപകടകരമായ ആശയങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ അകത്തീമാനുണ്ടാകണം, അവന്റെ ആത്മീയമായ ചൈതന്യം ഉണ്ടാകണം, അവനോട് നോ പറയാൻ തന്റെ ഇടമുള്ള വിശ്വാസത്തിന്റെ കരുത്തുണ്ടാവണം. ആ കരുത്ത് സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല, ഭൗതികമായ സൗകര്യങ്ങളെ കൊണ്ടുണ്ടാകില്ല, ഭൗതികമായ സൗകര്യങ്ങളുള്ള ക്യാമ്പസിൽ പഠിച്ചത് കൊണ്ടുണ്ടാവില്ല. അതിനേക്കാൾ അപ്പുറം ആ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മതബോധമുണ്ടാകണം, മതബോധത്തിൽ അധിഷ്ഠിതമായ ജീവിതമുണ്ടാകണം, അതബുണ്ടാകണം, ആദരവുണ്ടാകണം. ഉസ്താദുമാർ അംഗീകരിക്കണം, ബഹുമാനിക്കണം. ഉസ്താദുമാരുടെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം എന്റെ ജീവിതമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന, ജീവിതത്തിലൂടെ വിളിച്ചു പറയുന്ന ഒരു വിദ്യാർത്ഥി സംസ്കാരം ഉണ്ടാകണം. ആ വിദ്യാർത്ഥി സംസ്കാരത്തിലൂടെ മാത്രമേ ഈ അപകടകരമായ ആശയങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മുടെ പുതിയ തലമുറക്ക് സാധിക്കൂ. കോളേജ് ക്യാമ്പസുകളിലേക്ക് പോകുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നാം ഗൗരവത്തിൽ തിരിച്ചറിയണം. അവർ മദ്രസാ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാകും, ഒരുപക്ഷെ പ്രാഥമികമായ ദർസ് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാകും. ഇസ്ലാമിക ശിക്ഷണം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടികളായിരിക്കും. ആ കുട്ടികൾ കോളേജ് ക്യാമ്പസിലെത്തുമ്പോൾ, സ്കൂളുകളിലെത്തുമ്പോൾ, അവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു 3-4 മാസമൊക്കെ താൻ പഠിച്ചു വളർന്ന തൻ്റെ ശീലങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ ക്യാമ്പസിൽ എത്തിപ്പെടും. അവിടുത്തെ കൂട്ടുകെട്ടുകൾ, അവിടുത്തെ പുതിയ പുതിയ രീതികൾ, അവിടുത്തെ ക്യാമ്പസിന്റെ പുതിയ സംസ്കാരങ്ങൾ, ഇതൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ആ കുട്ടികളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന മുദ്രാവാക്യം മൈ ബോഡി മൈ ചോയ്സ്. മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരം, എന്റെ വിശ്വാസം, എന്റെ സംസ്കാരം, എന്റെ ജീവിത രീതികൾ, എന്റെ പങ്കാളികൾ, ഇതൊക്കെ ആരാവണം? എന്റെ തെരഞ്ഞെടുപ്പാണ്. അവിടെ മാതാപിതാക്കൾക്ക് അവകാശമില്ല, അവിടെ മതത്തിന് അവകാശമില്ല, മതപണ്ഡിതന്മാർക്ക് അവിടെ റോളില്ല, ഉസ്താദുമാർക്ക് അവിടെ റോളില്ല. എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യം ഭരണഘടനാ പരിരക്ഷ കിട്ടുന്ന ഒരു കാര്യം കൂടിയായതുകൊണ്ട് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഈ ലിബറലിസത്തേക്ക് പുതിയ തലമുറയെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ പുതിയ ലിബറൽ ആശയത്തിന്റെ പ്രചാരകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, യുക്തിവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ വിവിധ സമുദായങ്ങളെ പോലും ഈ ലിബറലിസം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രീതിയിൽ ലിബറലിസം എന്ന് പറയുന്നത് സാമ്രാജ്യത്വം ഒരു കാലത്ത് തലയിലേറ്റു കൊണ്ട് നടന്ന് അവസാനം ലൈംഗിക അരാജകത്വത്തിന്റെ എല്ലാ വൃത്തികേടുകളുടെയും ചവറ്റുകൊട്ടയായി മാറിയ ആ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും വലിച്ചെറിഞ്ഞ ലിബറലിസമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ കോളേജ് ക്യാമ്പസുകളിലേക്ക് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലരും അത് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയാതെ മതസമൂഹങ്ങളെ പോലും അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. സ്വവർഗരതിക്കാരായിട്ടുള്ള ആളുകൾ സ്വവർഗ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരെ ആശീർവദിക്കാനും ബഹുമാനിക്കാനും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കാനും അവർക്ക് ആത്മീയ ശുശ്രൂഷ കൊടുക്കാനും ചർച്ചിലെ പാതിരിമാർ സന്നദ്ധമാകണമെന്ന് മാർപ്പാപ്പ പോലും വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഞാൻ ആ സഹോദര സമുദായത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. പാശ്ചാത്യന്റെ ലിബറലിസത്തിന്റെ വൃത്തികെട്ട ചീഞ്ഞളിഞ്ഞ സംസ്കാരം ഈ ക്രൈസ്തവ ആശയങ്ങളെ പോലും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തെയും അത് ചെറിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതത്തിന് പുറത്തുള്ള ലിബറലിസം പോലെ മതത്തിനകത്തുള്ള ലിബറലിസത്തെയും ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഇന്ന് മുസ്ലിം സമുദായത്തിനകത്തുണ്ട്. അതുകൊണ്ട് മതത്തിനകത്തുള്ള ലിബറലിസം ഇത്രയും കാലം ബിദഈ പ്രസ്ഥാനങ്ങളായിരുന്നുവെങ്കിൽ മതത്തിനകത്ത് ഇതിന് സമാനമായ ചില യുക്തി ചിന്തകൾ, ചില സ്വതന്ത്ര ചിന്താഗതികൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നുണ്ട്. ഇതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും വഴിയിലൂടെ ഈ സമുദായത്തിന് സഞ്ചരിക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമുദായത്തിന് പഠിപ്പിച്ചൊരു ശീലമുണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, പ്രവാചകനെ സ്നേഹിക്കുന്ന, മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളെ ആദരിക്കുന്ന, പിൻപറ്റുന്ന, പൂർവകാല പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും കണ്ണുകൾ ഒരിക്കലും മുറിച്ചു കളയാതെ
അതേ വഴിയിലൂടെ ഈ സമുദായത്തിന് വഴി നടക്കാൻ സാധിക്കും, അഭിമാനത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു വലിയ സംസ്കാരം, ഒരു വലിയ ജീവിത രീതികൾ, ഒരു തെർബീയത്തിന്റെ വഴി, ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനാണ് പുതിയ തലമുറ സന്നദ്ധമാകേണ്ടത്. SKSFന്റെ 35ാം വാർഷികത്തിന്റെ ഭാഗമായി ആ സത്യസന്ധമായ, ആ സ്വത്വപൂർണമായ, ആ സമർപ്പിതമായിട്ടുള്ള ജീവിത രീതിയാണ്, അത്തരമൊരു സംസ്കാരമാണ്, അത്തരമൊരു സന്ദേശമാണ് ഈ പ്രസ്ഥാനം ഇവിടെ വിഭാവന ചെയ്യുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും നിരവധി സമ്മേളനങ്ങളും വാർഷികാഘോഷങ്ങളും, സമസ്തയുടെ 100ാം വാർഷികം, SKSFന്റെ 35ാം വാർഷികം, അതേപോലെ സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങൾ, അതിന്റെ സമ്മേളനങ്ങൾ, അതിന്റെ സ്ഥാപനങ്ങൾ, അതിന്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ പ്രസ്ഥാനത്തെ ചെറുതാക്കി കാണിക്കാൻ, ഈ പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാൻ, ഈ പ്രസ്ഥാനത്തെ പൊതുസമൂഹത്തിൽ വളരെ വികൃതമായിട്ട് അവതരിപ്പിക്കാൻ പല ആളുകളും മുന്നോട്ട് വരും. അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നേതാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാദാത്തുക്കൾ നമുക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട്. ബഹുസ്വരതയെ ഉൾക്കൊണ്ടുകൊണ്ട് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അതേപോലെ ഈ എല്ലാ നന്മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമുദായത്തിന്റെ ഐക്യം മുൻനിർത്തിക്കൊണ്ട്, എന്നാൽ സമുദായത്തിന്റെ കാര്യം വിളിച്ചു പറയേണ്ടിടത്ത് ആർജവത്തോടുകൂടി വിളിച്ചു പറയുന്ന ആ ഒരു വിശുദ്ധമായ സംസ്കാരം, ആ സംസ്കാരം വളരെ വളരെ ആധികാരികമായി, വളരെ വിശ്വാസ്യതയോടുകൂടി, സ്വീകാര്യതയോടുകൂടി കഴിഞ്ഞ 98 വർഷക്കാലം ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും ഇവിടെ നിലനിർത്തിയത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്ത് ഇത്രയും വലിയ അംഗീകാരവും സ്വീകാര്യതയും ഉണ്ടായത്. പഴയ കാലങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച്, അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് വേണ്ടത്ര ധാരണയുണ്ടായിരുന്നില്ല. കാരണം അവരിലേക്ക് നമ്മുടെ സന്ദേശങ്ങൾ കൈമാറാൻ നമുക്ക് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്കിടയിൽ ഉണ്ടായിരുന്ന ചില ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ മാത്രം. പക്ഷേ ഏതാനും വർഷമായി നമുക്ക് സുപ്രഭാതം പോലെയുള്ള ദിനപത്രങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു. അത് പൊതുസമൂഹങ്ങളിലേക്ക് സംവദിക്കാൻ തുടങ്ങി. സമസ്തക്കാർക്കിടയിൽ മാത്രമല്ല, സമുദായത്തിനിടയിൽ മാത്രമല്ല, സമുദായത്തിനിടയിൽ മാത്രമല്ല, മറ്റു സമുദായങ്ങൾക്കിടയിലേക്ക്, മറ്റു മതവിഭാഗങ്ങൾക്കിടയിലേക്ക്, മറ്റു ജനവിഭാഗങ്ങൾക്കിടയിലേക്ക്, ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്കിടയിലേക്ക്, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തെ പരസ്പരം പരിചയപ്പെടാനും നമ്മുടെ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാനുമുള്ള സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഇന്ന് മതവിഭാഗങ്ങൾക്കിടയിൽ മാത്രമല്ല, സഹോദര സമുദായങ്ങൾ ആദരവോടുകൂടി കാണുന്ന സംഘടനയായി മാറി. സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ബഹുമാനപൂർവ്വം അതിനെ കാണുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും അതിലെല്ലാം പ്രയാസപ്പെടുന്ന, അതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, സംഘടിതമായ വീക്ഷണവുമായി നടക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും സമൂഹത്തിലുണ്ടാകും. അതിനൊക്കെ അതിൻ്റെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ പത്രത്തെ, നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ സംഘടനയെ, നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ സമ്മേളനങ്ങളെ വളരെ ആത്മാർത്ഥത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നേതാക്കളുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ഇതെല്ലാം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളും യാത്രകളും ഒക്കെ നമുക്കത് പ്രചോദനമാകണം. യാത്രയുടെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെല്ലാം കൈമാറാൻ നമ്മുടെ ജാഥാ നായകനും സഹനായകരുമെല്ലാം ഇവിടെ എത്തിയതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന്